ഒരു മുഅ്മിനായ മനുഷ്യന് ഭൂമിയിൽ ഒരു വൃക്ഷം നട്ടാൽ ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. ഭൂമിയിൽ ഒരാൾ ഒരു വൃക്ഷം നട്ടു, അതിൽ നിന്ന് ഈ കിളികളും അതിന്റെ കനികളെ മറ്റുള്ള ജീവജാലങ്ങളൊക്കെയും ഭക്ഷിച്ചു, അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നട്ട മാവിൽ നിന്ന് പറന്നു വന്ന ഒരു പറവ അതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത ഒരു ചെറിയ കഷ്ണം, അതിന് നാളെ സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധമായ ഇസ്ലാം. ആലോചിച്ചു നോക്കൂ, ഞാൻ ഈ മരം നട്ടത് എനിക്ക് വേണ്ടിയായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് ഭക്ഷിച്ചത് അതിന്റെ ഇല, അരികിലൂടെ പോയ ആടോ മാടോ ഏതെങ്കിലും ഒരു ജീവി അതിന്റെ ഒരു ഇല ഭക്ഷിച്ചു, അതിന്റെ പ്രതിഫലം നിനക്ക് നാളെ പരലോകത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഖിയാമത്ത് നാളായാലും ഇന്ന് നിന്റെ കയ്യിൽ ഒരു വൃക്ഷത്തൈയുണ്ടെങ്കിൽ, ഒരു വിത്തുണ്ടെങ്കിൽ അത് വിതയ്ക്കണമെന്ന്, അത് പാകണമെന്ന്, അത് മണ്ണിൽ കുഴിച്ചിടണമെന്ന്, അതിനെ നാട്ടണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠമാണ്. നാളെ ഖിയാമത്ത് നാളാണ്. ഇതിനിപ്പോ വെച്ചാല് വളർന്ന് മുളച്ച് പന്തലിക്കാനൊന്നും പോകുന്നില്ല. നാളെ ഖിയാമത്ത് നാളാണ് എന്ന് ഉറപ്പാണ്. ഇതിനി വെച്ചാൽ നാളെ ഇതിന്റെ ഫലം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാൽ പോലും നിന്റെ കയ്യിൽ ഒരു വിത്തുണ്ടോ, ഒരു ചെടിയുണ്ടോ, അത് നടൂ, അത് പാകൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ അർത്ഥം? ഈ പാകുന്നത് കൊണ്ട്, നടുന്നത് കൊണ്ട് ലഭിക്കുന്ന പുണ്യം നാളെ പരലോകത്തേക്കുള്ളതാണ്. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ ഇവിടെ ഏത് വൃക്ഷം നട്ടാലും അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തു കൂടി കിട്ടാനുള്ളതാണ്. നാളെ പരലോകത്തുകൂടി. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്നാ പറയാം. സുഗതകുമാരിയൊക്കെ പറഞ്ഞത് അങ്ങനെയാണല്ലോ, നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി ഒരു തണൽ വൃക്ഷം നടണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി എന്നൊക്കെയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ആഖിറത്തിന് വേണ്ടിയാണ്. നമ്മളെപ്പോലെ ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആരാണുള്ളത്? മരണപ്പെട്ട മനുഷ്യനെ ഖബറടക്കാൻ കൊണ്ടുവരുമ്പോൾ ഖബറടക്കിയതിന്റെ മേലെ കാൽഭാഗത്തും തലഭാഗത്തും ഓരോ പച്ചപ്പു കൂടി നാട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഖബർസ്ഥാനിൽ നിന്ന് തിരിച്ചു പോരാറുള്ളത്. നമ്മുടെയൊക്കെ പള്ളി ഖബർസ്ഥാനിലേക്ക് നോക്കൂ, എല്ലാ ഖബറുകളുടെയും കാൽഭാഗത്തും തലഭാഗത്തും ഓരോ പച്ചപ്പ് കാണാം. ഓരോ മനുഷ്യനും ലോകത്തുനിന്ന് വിട പറയുന്ന നേരം അയാളെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾക്ക് മീതെ 2 ചെടികൾ കൂടി നാട്ടിക്കൊണ്ടാണ് ഓരോ വിശ്വാസിയും തിരിച്ചു പോരുന്നത്. അതിന്റെ കാരണം ഈ പച്ചപ്പിന്റെ തണൽ തസ്ബീഹായി അയാളുടെ ഖബറിൽ ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നാട്ടിയതല്ല, വെറുതെ കുത്തിയതല്ല. ഒരു കമ്പും ഒരു വാപ്പയുടെയോ ഉമ്മയുടെയോ സഹോദരങ്ങളുടെയോ ഖബറിന്റെ മേലെ നാം കുത്തിയ ഒരു കമ്പും ഒരു പച്ചപ്പും ഒരു ചെടിയും അത് വെറുതെ കുത്തിയതല്ല. അതിന്റെ തസ്ബീഹ് താഴെ കിടക്കുന്ന മനുഷ്യന് ലഭിക്കാനുള്ളതാണ്. ഇങ്ങനെ ഇസ്ലാം ലോകത്തിന് പകർന്നു കൊടുത്ത പ്രകൃതിപര